നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് SI സാബു മാഷിനെ ചോദ്യം ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഈ സമയത്ത് വിക്രം ചോദിച്ചു, എന്താ സാറേന്ന് ചോദിച്ചു. എല്ലാ തവണ നിന്നെ ചോദ്യം ചെയ്യാനല്ലടാ വിളിപ്പിക്കുന്നത്, പക്ഷെ ഇത്തവണ മാത്രം ഒരു വ്യത്യാസമുണ്ട്. നിന്റെ അച്ഛനെ വിളിക്കടാ നിന്റെ തന്തേനെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം വിക്രത്തിന് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ സമയത്ത് മാഷ് ചോദിച്ചു, എന്താ സാറേ കാര്യം? ആഹാ, ഇതാപ്പം നന്നായത്. 2-3 ദിവസം അച്ഛനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പാഞ്ഞ് നടന്ന ഇവരെ, എന്നിട്ടോ ഒരു കംപ്ലൈന്റും കൂടെ തന്നു. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അന്വേഷിക്കുന്ന ഡ്യൂട്ടി ഞങ്ങൾക്കില്ലേ? എവിടെയായിരുന്നു എന്തായിരുന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനാ വന്നേ. മാഷ് സത്യം പറയണം, എന്താ സംഭവിച്ചേ? മാഷിനെ ആരാ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, സാറേ സാറിനി അച്ഛനോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. അച്ഛനൊന്നും ഓർമ്മയില്ല. അച്ഛന് ഓർമ്മയില്ലാത്ത കാര്യത്തെക്കുറിച്ച് അച്ഛൻ എങ്ങനെ പറയാനാന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം SI സാബു ചോദിച്ചു, നീ ആണോടാ അത് തീരുമാനിക്കുന്നേ? അത് നിന്റെ അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അച്ഛനോട് കൂടുതൽ ചോദിച്ചാലും കൂടുതലൊന്നും അച്ഛന് പറയാനില്ല. ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല എന്നെ ആരാ തട്ടിക്കൊണ്ട് പോയെന്ന്. 2-3 ദിവസം എന്നെ കൊണ്ടുപോയി മയക്കുമരുന്ന് കുത്തിവെച്ച് അവരവിടെ ബോധം കിടത്തി. അതിന് ശേഷമോ ഞാൻ മരിക്കാറായെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ടിട്ട് പോവുക ചെയ്തേ. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കൂടെ അതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, സാറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സാറിന്റെ മനസ്സിൽ ആരോ ഉണ്ട്, സാറിന് വ്യക്തമായിട്ടറിയാം ആരാണ് അച്ഛനെ കടത്തിക്കൊണ്ട് പോയെന്ന്. അപ്പൊ അച്ഛൻ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഈ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ. അച്ഛൻ്റെ നാവിൽ നിന്ന് ആ കാര്യങ്ങൾ വരണം, അതിനു വേണ്ടിയിട്ടല്ലേ എന്നാണ് സാറ് മെനക്കണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, സാബു പറഞ്ഞു, എടാ ഇനിയിപ്പ നിന്റെ അച്ഛനെ കടത്തിക്കൊണ്ട് പോയത് ആരാന്ന് നിനക്കൊക്കെ അറിയായിരിക്കും. ഇനിയിപ്പ പതുക്കെ നൈസായിട്ട് അവനെ പിടിച്ചൊന്ന് ചാമ്പാനായിരിക്കും നിന്റെയൊക്കെ മനസ്സിലെ ഉദ്ദേശം. അത് നടക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അപ്പൊ സാറിന് കാര്യങ്ങളൊക്കെ അറിയാല്ലേ? സാറേ അങ്ങനെ ഒരാളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പം അറിയത്തില്ലെങ്കിലും അധികം വൈകാതെ ഞങ്ങളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എൻ്റെ അച്ഛനെ കടത്തിക്കൊണ്ട് പോയത് ആരാണെങ്കിലും വെറുതെ ഞാൻ വിടാൻ പോകുന്നില്ല. ആ സമയത്ത് മാഷ് പറഞ്ഞു, സാറേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തിരികെ വന്നുകൊണ്ട് എൻ്റെ മക്കൾ തന്ന പരാതി നിലനിൽക്കില്ലോ. പക്ഷേ ഇപ്പം എനിക്കൊരു പുതിയ പരാതിയുണ്ട്. എന്നെ കടത്തിക്കൊണ്ടുപോയി 2-3 ദിവസം മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തിയിട്ടത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. അതിനൊരു കംപ്ലൈൻറ്റ് ഞാൻ തരുന്നുണ്ട് സാറിൻ്റെ അടുത്ത് വന്ന്. ഇപ്പോഴല്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. പിന്നെ ഒരു കാര്യം, സാറിന് മാത്രമല്ല സാറിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം സാറത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, സാറിൻ്റെ മനസ്സിൽ ആരൊക്കെ ഉണ്ടെന്നറിയാം, ആരാ ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ട് അറിയാം. അതാണ് സാറിന് ഈ പേടിയും പരിഭ്രാന്തി. അതുകൊണ്ടാണ് സാർ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. സാറ് കരുതിയിരുന്നോ എത്രയാന്ന് പറഞ്ഞാലും അവരെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല, കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ SI സാബു അങ്ങോട്ട് തിരികെ പോയി. ആ സമയത്ത് വിക്രം മാഷിനോട് പറഞ്ഞു, അച്ഛൻ പേടിക്കേണ്ട, അച്ഛനെ കടത്തിക്കൊണ്ടുപോയത് ആരാണെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് അവരെ കണ്ടെത്തിയിരിക്കും, അവരെ നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തു. ഇതേ സമയത്ത് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് ശങ്കരനാരായണൻ ചോദിച്ചു, അച്ഛാ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ആ വിക്രം അവന്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ അവര് സംസാരിച്ചിട്ട് പോയി. വേദയോട് സംസാരിച്ചു. എന്തിനാച്ചാ അതിന് സമ്മതിച്ചെന്ന് ചോദിച്ചു. അതിപ്പം അവരുടെ വീട്ടില് കുറെ കാലം നിന്നല്ലേ വേദ, ഈ പറയുന്ന മാഷിന്റെ മരുമകളായിട്ട് നിന്നല്ലേ, അപ്പൊ പിന്നെ അവർക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിച്ചു, അവര് പോയി. ഇതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരിങ്ങനെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ വേദ അവരുടെ കൂടെ അങ്ങോട്ട് പോയെന്നിരിക്കും. അപ്പൊ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ വെറുതെ ആവില്ലേ, നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആവില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, അല്ലെങ്കിലും അവളെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പത്മ പറഞ്ഞു, എടാ മോനെ, അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവളത് മനസ്സോടെ അല്ല വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. മനസ്സോടെ അല്ല വന്നിരിക്കുന്നതെന്നോ? അതെ, അവളിപ്പോൾ കണ്ടില്ലേ, എപ്പം നോക്കിയാലും സങ്കടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ നേരെ ചൊവ്വയൊന്നും ആഹാരം കഴിക്കുന്ന പോലും ഇല്ല. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അവളുടെ സ്വയം മനസ്സാലല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ, അത് അവൾ മാഷിനോട് പറയുകയും ചെയ്തു. അവൾ അവിടെ ആരോടും വഴക്കടിച്ചിട്ടല്ല വന്നിരിക്കണേന്ന്. അപ്പം പിന്നെ അവൾക്ക് ആ വീട്ടിലുള്ളവരുടെ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. അവൾ വേറെന്തോ ഒരു കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്, ആ വീട്ടിലുള്ളവർക്ക് വിഷമാവില്ലെന്ന് കരുതിയിട്ട്. അതെന്താ ഏതാണെന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് വേദ തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തും. ചിലപ്പം നമ്മൾക്കാർക്കും അവളെ ഇവിടെ പിടിച്ചിർത്താൻ പറ്റില്ല. അവൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് തിരികെ പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒട്ടും ഇഷ്ടപ്പെടില്ല, ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ എന്തു വർത്താനാ പറയണേ?
ഇനി അവർ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തരുത്, അവരെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ഇടയാവരുത്, വേദ അവരും തമ്മിൽ ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേദ ചിലപ്പോൾ അവരോടൊപ്പം പോയെന്നിരിക്കും. അപ്പോഴേക്കും പത്മ പറഞ്ഞു, അതിന് അവരോട് വേദയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോടാ, വേദ സംസാരിക്കാതിരിക്കുവോ, അവളുടെ മനസ്സ് വേറെ എന്തൊക്കെയാ. ഇത് കേട്ട് കഴിഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞു, ഒന്ന് പോമേ, അവൾക്ക് വേറെ സങ്കടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അവൾ കോടതിയിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു. ഉണ്ട്. അപ്പൊ പിന്നെ അവൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവൾക്ക് വിഷമമൊന്നുമില്ല അവിടുന്ന് പോകുന്നതില്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, എടാ ഇനിയിപ്പോൾ ആ വിഷയം വിട്, അവളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ തോന്നുന്നു അവളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവളിവിടെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവളിവിടെ നിർത്തണമെങ്കിൽ ആ മാഷിന്റെ കുടുംബക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അവളിവിടെ വന്ന സ്ഥിതിക്ക് ഇനി അവളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പോകുന്നില്ല, അവളിവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു, അതിന് നമ്മളെ കൊണ്ട് സാധിക്കൂടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളുടെ ഇഷ്ടമല്ലേ, അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാനും പറ്റില്ല. ശങ്കരനാരായണൻ പറഞ്ഞു, അവളിവിടെ വന്ന് കയറിയാല നിനക്കോ എനിക്കോ എതിർത്ത് പറയാൻ പറ്റില്ല, കാരണം വേദയുടെ വീടാന്നുള്ള കാര്യം അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ പറയാം, പക്ഷേങ്കിൽ ഞാൻ ചില കളികളൊക്കെ കളിക്കാൻ തീരുമാനിച്ചു, എന്താണെങ്കിലും ഇനി ഞാൻ ആ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടത്തില്ല. ആ സമയത്ത് ശങ്കരൻ പറഞ്ഞു, എടാ നീ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്, കാരണം നീ എന്തേലും കളി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വേദ നിനക്കിട്ട് തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നിരിക്കും. ഇലക്ഷൻ സമയമാണ്, എന്തേലും ചെയ്ത് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാലോ, പിന്നെ നിനക്കെതിരെ എല്ലാവരും കൂടെ അങ്ങ് തിരിയും, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പം, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന നിനക്ക് നല്ലത്. പക്ഷെ അതൊന്നും ശ്രീകാന്ത് കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, എടാ ഇതിനു മുമ്പ് നീ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിനെല്ലാം വേദ നല്ല തിരിച്ചടി തന്നിട്ടുണ്ടല്ലോ, ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? വിക്രത്തിനെതിരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് തിരിച്ചടി കിട്ടും. വിക്രത്തിനെ ജയിലിലാക്കാൻ നോക്കിയിട്ട് എന്തായി? ഒടുവിൽ നിനക്കിട്ട് തന്നെ പണി കിട്ടിയില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ഇതും. വിക്രത്തിനെ തൊട്ടെന്നറിഞ്ഞ് അവൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അച്ഛൻ ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട, എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വർഷ പുറകെ നിന്ന് ശ്രീയേട്ടാന്നൊക്കെ വിളിക്കുകയാണ്, ആഹാരം എന്തെങ്കിലും കഴിക്കുക, ഇതെങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വന്ന വഴി തന്നെ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ശ്രീകാന്ത് നേരെ ചന്ദ്രശേഖരനെ കാണാൻ ചെന്നു. അങ്ങനെ ചന്ദ്രശേഖരനെ മദ്യമൊക്കെ എടുത്ത് ശ്രീകാന്തിന് കൊടുക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ഛൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ. വേദ വീട്ടിലേക്ക് വന്നു, പക്ഷേങ്കിൽ അതിനുശേഷം അവർ വന്നപ്പം വേദയോട് സംസാരിക്കാനായിട്ട് അച്ഛൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ അച്ഛന് വേദ പോയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയാ. അച്ഛനല്ലേടാ, എത്രയൊക്കെ അതെന്ന് പറഞ്ഞാൽ സ്വന്തം മകളും അല്ലേ, അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അച്ഛനെങ്കിൽ എങ്ങനെ തോന്നുന്നു, ഇങ്ങനെ പോയിട്ടുണ്ടെ കുറച്ച് കഴിയുമ്പോഴത്തേനും വേദയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു, വേദ അവിടെ നിന്നെന്ന് പോലും ചിലപ്പോൾ അച്ഛൻ മറന്നുപോകും. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയാന്ന് ആര് കണ്ടു? എടാ അതൊരു നല്ല കാര്യമല്ലേ, അങ്ങനെ മറക്കണമല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ചില കളികൾ കളിക്കാൻ പോവാന്ന് പറഞ്ഞു. കളികളോ? അതെ, ആ വാസവനെ വെച്ചിട്ടുള്ള കളികൾ. അല്ലെ, ഇലക്ഷൻ സമയം ആയതുകൊണ്ട് അയാൾ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നുണ്ട് അച്ഛാ. അയാൾ നമ്മളോടൊപ്പം നിന്നില്ലേലും കുഴപ്പമില്ല, ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ അയാളെ ഒരിടത്ത് വിറക്കണ്ട. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പം എല്ലാ മക്കളെയും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം പ്രിയപ്പെട്ടതാണല്ലോ. ഇപ്പം എന്ന് പറഞ്ഞ പോലെ വാസവന്റെ മോൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടാണ്. അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വാസവൻ വെറുതെ ഇരിക്കുവോ? അല്ല, അച്ഛൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അതെ, വാസവന്റെ മോൻ മരിക്കണം, വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. വിക്രത്തെ അറസ്റ്റ് ചെയ്യാനോ? അതെങ്ങനെ? അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശ്രീനിവാസന്റെ പാർട്ടിക്കാരും വാസവന്റെ പാർട്ടിക്കാരും തമ്മിലോട് കശപിച്ച, അതിന്റെ മറവില് ഈ പറയുന്ന അവനുണ്ടല്ലോ വാസവന്റെ മോൻ വരുണ്, അവനെ അങ്ങോട്ട് തീർക്കുന്നു. അവനെ തീർക്കുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ വിക്രത്തിന്റെ തലയിലങ്ങോട്ട് കെട്ടിവെക്കുന്നു. അതിന് സാക്ഷികളും ഇതൊക്കെ വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുളിക്കനെ കൂട്ടുപിടിക്കാം. പുളിക്കൻ ചെന്ന് ശ്രീനിവാസനോട് പറയുന്നു, ഈ കൃത്യം ചെയ്ത് അവനാന്ന് വിക്രമാന്നുള്ള കാര്യം പറയുന്നു. എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ നടക്കും. വിക്രത്തിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവും, വരേണ്ട കാര്യത്തിലും തീരുമാനം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന നിന്റെ പെങ്ങളുണ്ടല്ലോ, പെങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിരിക്കും. പെങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിനക്ക് വേണ്ട വിധം തന്നെ കൈകാര്യം ചെയ്യാം. വിക്രത്തെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തോളും. എങ്ങനെയുണ്ട്? അത് ശരിയാ അച്ഛാ, ഇത്ര ബുദ്ധി അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വലിയ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ്. ഇതേ സമയത്ത് വേദ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് വിക്രത്തെക്കുറിച്ച്. അപ്പോഴാണ് രാധ പറഞ്ഞ വാക്കുകളൊക്കെ.
ദേ വേദ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേങ്കിൽ ഇങ്ങനെ വിക്രമേട്ടനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. ശരിക്കും രാധ പറഞ്ഞ് ശരി തന്നെയാണ്. താൻ വിക്രമേട്ടനെ അത്ര സ്നേഹിക്കുന്നുണ്ട്. ഒരു തവണ രാധ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രാധ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ കാര്യം വേദയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാണ്. വേദ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ രാധ നിന്ന് ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രത്തിന്റെ. ആ സമയത്ത് വേദ ചോദിച്ചു, നീ എന്താ ഇവിടെ? അതെന്താ എനിക്കിവിടെ വന്നുകൂടെ? നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നീ കുറച്ചാളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ലായിരുന്നല്ലോ. അതെ, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ വരും പോവും. അതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, ഇങ്ങോട്ടേക്ക് അധികം വരേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വരും, ഇവിടെ കുറച്ച് സമയം നിൽക്കും. അതിനിപ്പോൾ നിനക്കെന്താന്ന് ചോദിച്ചു. അല്ല, നീ ഇതെന്തെടുക്കുക? നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? വിക്രമേട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്യുക. വിക്രത്തിന്റെ ഷർട്ടോ? നിന്നോട് ആരിത് പറഞ്ഞു ചെയ്യാനായിട്ട്? അതോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാവം വിക്രമേട്ടൻ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അയൺ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ മുഖത്ത് ഒരു സന്തോഷം കണ്ടായിരുന്നു. എൻ്റെ ഈ അയൺ ചെയ്യാൻ തന്നിട്ട് വിക്രമേട്ടൻ അങ്ങോട്ടേക്ക് പോയി. അതെങ്ങനെയാ ഭാര്യയെ നിനക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ സമയമില്ലല്ലോ. ഭാര്യ ചെയ്തു കൊടുത്തില്ലെങ്കിലേ ഇത് ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള മറ്റേ ആൾക്കാരുണ്ട്, മറ്റു പെൺകുട്ടികളുണ്ട്. അവർ ചിലപ്പോൾ ചെയ്തു കൊടുത്തെന്നിരിക്കും. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാടി. നിന്റെ ഈ വാക്കിനൊക്കെ ഉണ്ടല്ലോ, നിന്റെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുക ചെയ്യണ്ടേ. അത് കേട്ടപ്പം രാധ ചോദിച്ചു, എന്നെ തല്ലാനോ നീയാ? പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് പോയിട്ട് കുറ്റിച്ചോറ് എടുത്തുകൊണ്ട് വന്നു. ഇത് വെച്ച് നിനക്കിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞു. പിന്നെ അന്നൊന്ന് തല്ലിക്ക് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാധയ്ക്ക് തല്ലി ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് രാധ പറഞ്ഞു, ദേ വേദ വേണ്ടാന്ന് പറയണം, വേദേച്ചിന്ന് വിളിക്കടേ. അയ്യോ വേദേച്ചി വേണ്ട, എന്നെ തല്ലല്ലെന്ന് പറയണം, അന്നാ മര്യാദയ്ക്ക് പൊയ്ക്കോണമെന്ന് പറയണം. അപ്പോഴേക്കും വിക്രം കുളി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നേ. വിക്രം ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. കാര്യം എന്താ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? നിങ്ങളുടെ ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ ഇവളെയാണ് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. അയൺ ചെയ്യാനോ? ഞാനതാ അയൺ ചെയ്ത് മടക്കി വെച്ച ഷർട്ടാണല്ലോ. നിന്നോട് ആരുടെ അത് എടുത്ത് അയൺ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രമേട്ടാ, അതപ്പടി ചുളുങ്ങി കൂടിയിരിക്കുന്ന കണ്ടപ്പം ഞാനിത് അടുത്ത് അയൺ ചെയ്താ. വിക്രമേട്ടൻ അയൺ ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഇതേ രാധെ മര്യാദയ്ക്ക് പൊക്കോളെന്നും പറഞ്ഞ് രാധയിട്ട് അടിക്കുകയാണ്. ആ സമയം രാധ ഇറങ്ങി ഓടി. അപ്പോഴേക്കും വേദ വിക്രത്തിന് നേരെ തിരിഞ്ഞു. അല്ല, അവള് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. എനിക്കെന്തൊരു സന്തോഷം. പിന്നെ എന്തിനാ അവള് ഷർട്ട് എടുത്ത് അയൺ ചെയ്തതെന്ന് ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാം ഷർട്ട് എടുത്ത് അയൺ ചെയ്തത് എന്തിനാന്ന്? അല്ല, നീ എന്തിനാ അവളെ തല്ലാൻ പോയത്? ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ തല്ലിന്നൊക്കെ ഇരിക്കും. അതിന് നിനക്കെന്താ? അല്ല, നീ എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. ഇനി നമ്മൾ ഈ ജന്മത്തിൽ ഭാര്യയായിട്ട് ജീവിക്കാനും പോകുന്നില്ല. പിന്നെ നിനക്ക് അവൾ ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, എനിക്കതും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലാനായിട്ട് ഒരുങ്ങിയത്. നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹമായിട്ട് വരുന്ന എല്ലാവരും ഞാനിങ്ങനെ അടിച്ചോടിക്കും. ഒരാളെ ഞാൻ വെറുതെ പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ്. അതും പറഞ്ഞ് വിക്രത്തിന് നേരെ ചൂല് ഓങ്ങിക്കൊണ്ട് ചെല്ലുക. വിക്രം ഓടുവാണ്. അപ്പോൾ അതൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.